വയനാട്ടിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ മഴക്കെടുതികൾ തുടരുകയാണ്. പല സ്ഥലത്തും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. വെണ്ണിയോട് മേഖലയിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. പുഴയിൽ നിന്നുള്ള വെള്ളം കയറി പല സ്ഥലത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊളക്കിമുട്ടൻ കുന്ന് കോളനിയിലേക്കുള്ള ഏക വഴിയാണിത്. ഇവിടെ ഈ കൽവേട്ടിനോട് ചേർന്നുള്ള റോഡ് ഒലിച്ചുപോയ നിലയിലാണ്. പുഴ ഗതിമാറി ഒഴുകുകയാണ്. സാധാരണഗതിയിൽ പുഴ ഒഴുകുന്നതിന് എതിർവശത്തേക്കാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൽവേട്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് റോഡ് പൂർണ്ണമായും ഇടിഞ്ഞ് അതിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് പണിക്ക് പോകാനൊക്കെ പറ്റുമോ? പോകാൻ പറ്റില്ല. ഇന്നലെ മുതൽ ഇങ്ങനെ ആയിരുന്നു. ഇന്നലെ എല്ലാവരും വിളിച്ചായിരുന്നു. അപ്പം പറഞ്ഞ് ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന്. ഞങ്ങൾ എല്ലാ വർഷവും പറയുന്നു, ഈ റോഡ് ഇച്ചിരി പൊക്കിയാൽ ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല. എല്ലാ വർഷവും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണിത്. ഇത് പാലടിഞ്ഞപ്പോൾ ഇങ്ങനെയായി. ഇത് വെള്ളം കയറുമ്പോൾ, വെള്ളം നന്നായി കയറുമ്പോൾ ഇതിൽ കൂടി തന്നെ കടക്കാൻ പറ്റില്ല, റോട്ടിൽ കൂടി തന്നെ നടക്കാൻ പറ്റില്ല. കോളനിക്കാരും ഞങ്ങൾ മൊത്തത്തിൽ ഒറ്റപ്പെട്ട നിൽക്കുന്നത്. എല്ലാ പ്രളയ ടൈമിനും അങ്ങനെ തന്നെ. ഇപ്പോൾ കമുകിന്തടികൾ കൊണ്ടുള്ള താൽക്കാലിക പാലം ഇട്ടാണ് കോളനിവാസികൾ അക്കരെ നിന്ന് ഇങ്ങോട്ട് കടക്കുന്നത്. ഈ കോളനിയിലേക്ക് മറ്റ് വഴികളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങാൻ പോകാനും ജോലിക്ക് പോകാനും ഒക്കെ ആളുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിപ്പോൾ വേറെ വഴിയില്ല അല്ലേ ഇവർക്ക് ആശ്രയിക്കാനുള്ള ഒരൊറ്റ വഴിയാണിത്. 30ഓളം കുടുംബങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന വഴിയാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇന്നലത്തെ ഈ മഴ ഒന്ന് ശക്തിയായി വരുകയും ഈ കലങ്കടക്കം വലിയൊരു അപകടാവസ്ഥയിൽ നിന്ന് ആളുകളൊന്നും ഇവിടെ ഈ റോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ 30ഓളം ആളുകൾ ഒരു മഴ പെയ്താലും നമ്മൾ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും അതുപോലെ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. ഇതിന് അടിയന്തരമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാവേണ്ട ഒരു സാഹചര്യമാണ്. റോഡ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാരണം ഈ പട്ടികവർഗ ഉന്നതിയിലേക്കുള്ള ഏക വഴിയാണ് ഇത്തരത്തിൽ ഇടിഞ്ഞ ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.